ഹലോ, ഇന്ന് നമ്മളൊരു ബൊക്കെ ആയിട്ടാണ് വന്നുള്ളത്. ഒന്നല്ല, 2 ബൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ നമുക്കിന്ന് 2 ബൊക്കെ വരുന്നത്, ഒന്ന് പുറത്തൊരു വർക്കിന് വേണ്ടിയിട്ട് കൊടുക്കാനുള്ളതായിരുന്നു. പിന്നെ ഒന്ന് വരുന്നത് നമ്മൾ വീട്ടിലേക്ക് തന്നെ കേട്ടോ. നമ്മളെ ബ്രദർ ഇന്ന് വരാട്ടോ ഗൾഫിൽ നിന്ന്. ആർക്കും അറിയില്ല, സർപ്രൈസ് ചെയ്യുന്നു. ഞങ്ങൾ 3 സിസ്റ്റേഴ്സിന് മാത്രമേ അറിയുള്ളൂ. വീട്ടിലുള്ള പാരൻസിനും കുട്ടികൾക്ക് ആർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ടൂർ പോകാമെന്നാണ് എല്ലാവരുടെ അടുത്തും പറഞ്ഞുള്ളത്. ബൊക്കെ വർക്കിന് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റൂമിൽ നിന്ന് ബൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ബൊക്കെയൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം അടുത്തൊരു ബൊക്കെ കൂടി ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും സെറ്റ് ചെയ്തു. നമ്മളൊരു രാത്രി 12 മണിയൊക്കെ ആകുമ്പോഴാണ് പോണത്. അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങിയിരുന്നു. അതിൻ്റെ അടുത്ത് ഞാൻ ഇഫൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത്. ഇവൻ ഇന്ന് തീരെ ഉറങ്ങിയില്ല. അപ്പോൾ ഇവരൊക്കെ ഉറങ്ങിയിരുന്നു. ഇവരൊക്കെ എടുത്ത് എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ഫൈനലി നമ്മൾ പോകാൻ പോകാട്ടോ. നമ്മൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞത് നമ്മൾ മഷൂമാമാൻ്റെ ഒരു ഫ്രണ്ട് എയർപോർട്ടിൽ വരികയുണ്ട്. അപ്പോൾ അവർക്ക് ഈ ബൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ പോകുന്നതാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരൊക്കെ അങ്ങനെ അറിയാത്ത ആരെയോ എന്നുള്ള രീതിയിലുണ്ട് എല്ലാവരും എയർപോർട്ടിലേക്ക് പോകുന്നത്. കുട്ടികളോടൊക്കെ പറഞ്ഞത് അങ്ങനെ, കാരണം അവരങ്ങനെയുള്ള രീതിയിലായിട്ടാണ് പോണത്. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ ഒരുപാട് എടുക്കാറുണ്ട്. പക്ഷേ ഈ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ ഭയങ്കരമായിട്ടുള്ള സംഭവമാണ്. നമ്മൾ കുറേ കാര്യങ്ങൾക്ക് ഇടയിലാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ടാസ്ക്കാണ്. എന്ത് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. നമുക്കതിന് എപ്പോഴും എഡിറ്റിങ്ങിനും അപ്ലോഡ് ചെയ്യാൻ അതൊരു മൂഡുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരൊരു ഓഫ് വൈറ്റ് ഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും, ഞാൻ ഈ ഒരു ആൾ വരണുണ്ട്, അപ്പോൾ അവനെ വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടാ. പിന്നെ മനസ്സിലായത് അവനല്ല എന്നുള്ളത്. പിന്നെ 1 മണിക്കൂറിൽ കൂടുതൽ വെയിറ്റ് ചെയ്തപ്പോൾ എല്ലാവരും ക്ഷമയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. കുട്ടികളല്ലേ, ഒരു 3 മണി 4 മണി ടൈം ആകുമ്പോൾ ആൾക്കാരൊക്കെ നല്ല ടയർഡായി. അങ്ങനെ പിന്നെ ഫൈനലാകും വന്നിട്ടോ. ഇതായിരുന്നു ഞങ്ങളുടെ ബ്രദർ. അങ്ങനെ 2.5 വർഷത്തിന് ശേഷം നാട്ടിൽ കയറിയാണ്. അവനെ കണ്ടപ്പോൾ ഇവൻ്റെ എക്സ്പ്രഷൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല മാമനാണ് എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുണ്ടായിരുന്നത്. കുട്ടികളെ ആ ഒരു സർപ്രൈസായിട്ട് വരുമ്പോൾ ആ ഒരു മൊമെൻറ്റ്. നമുക്ക് വീട്ടിൽ പോയിട്ട് പാരൻസിൻ്റെ ആ ഒരു എക്സ്പ്രഷനാണ്. അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇവരും പ്രതീക്ഷിച്ചില്ല. പിന്നെ ചിലപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഇഫ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ റിയാസ് മാമാനെ വിളിക്കാൻ വേണ്ടി വന്നിക്കാണെന്ന്. എയർപോർട്ട് കണ്ടപ്പോൾ പിന്നെ അല്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഒരു ഇഫൊക്കെ അപ്പോൾ ടാബ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വണ്ടിയിൽ നിന്ന് തന്നെ ഇഫൊക്കെ കൊടുത്ത്. അപ്പോൾ ആൾ അത് നല്ല ഹാപ്പി. ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെന്തോ മറന്ന് വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ആളങ്ങനെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിരുന്നില്ല എന്നൊക്കെ. പിന്നെ പെട്ടെന്ന് കൊടുത്തപ്പോൾ അതും സർപ്രൈസ്. പിന്നെ ഞങ്ങൾ രാവിലെ അല്ലേ, അപ്പോൾ ചെറുതായിട്ടൊരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകട്ടെ. ഇനി വീട്ടിൽ പോയിട്ട് പാരൻസിൻ്റെ സർപ്രൈസാണ്. പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ.